ഹായ് ഫ്രണ്ട്സ് ടൊരിട്ട് പോവാം. അങ്ങനെ 7 പേര് ഹീറോയിനെ നോക്കി സൈറ്റ് അടിക്കാറുണ്ട്. ഹീറോയി പറയാൻ തുടങ്ങി, എന്താ പ്രശ്നം ഇല്ല, എനിക്ക് കുറച്ച് പേര് പായിച്ചു വന്നായിരുന്നു. അപ്പോൾ ഹീറോയിനെ കണ്ട് ഞങ്ങളെ സൈറ്റ് അടിക്കായിരുന്നു. 7 പേർക്ക് ഹീറോയിന് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ പേരെന്താ കേട്ടായിരുന്നു, ഹീറോയിൻ്റെ പേര് അറിഞ്ഞു മിയ. ശരി, എന്താ ചെയ്യുന്ന, എന്താ മിയ എന്ന് ചെയ്യുന്നത്? ആ, എന്താ പഠിക്കുന്നത്? ഇനി മിയാൻ്റെ കേട്ടായിരുന്നു. മിയ പറയായിരുന്നു, ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ ആണ് പറഞ്ഞു. ഇത് കേട്ട് 7 പേർക്ക് ഷോക്കായിരുന്നു. എന്താ കോളേജ് ഫസ്റ്റ് ഇയർ ആണ്? അപ്പോൾ ജങ്കുക്ക് പറയായിരുന്നു, മോശമില്ല എന്ന് പറഞ്ഞ് ഹീറോയിന് ജുള്ളു വിട്ട് സൈറ്റ് അടിക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഇവർക്ക് എന്താ പ്രശ്നം അങ്ങനെ മിയക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പം പൂച്ചയ്ക്ക് മനസ്സിലായി. അതിൽ 2 പൂച്ച പറയായിരുന്നു, ഇവർക്ക് ലവ് വന്ന് എന്ന് പറയായിരുന്നു. ഇത് കേട്ടിട്ട് ജങ്കുക്ക് കേട്ടായിരുന്നു. അത് ജങ്കുക്കിനടുത്ത് ഒരു റാബിറ്റായിരുന്നു. നിനക്കെന്താടാ പ്രശ്നം? ജങ്കുക്കിനെ അടിച്ച് ഒരു റാബിറ്റായിരുന്നു. നിനക്കെന്താടാ എൻ്റെ ഓണറമ്മനെ സൈറ്റ് അടിക്കണേ? ജങ്കുക്ക് പറയാം, അയ്യോ റാബിറ്റ്. ഞാൻ സംസാരിക്കാൻ മനസ്സിലാകുന്ന. അപ്പോൾ ഷുഗറിൻ്റെ അടുത്ത് ഒരു ക്യാറ്റ് വന്ന്, ബ്ലാക്ക് ക്യാറ്റ് വന്ന് ഷുഗറിൻ്റെ അടുത്ത് സംസാരിക്കുക, നീ എന്നെ കാണാൻ മതിയുണ്ടോ? നിനക്കെന്താ എൻ്റെ ഓണറമ്മനെ സൈറ്റ് അടിക്കണേ എന്ന് പറഞ്ഞു. ജങ്കുക്ക് നോക്കിയിട്ട് പറയാറുണ്ട് റാബിറ്റ്, മോശമില്ല എൻ്റെ ഓണർമ്മക്ക് പിടിക്കും, ഓണർമ്മനെ സൈറ്റ് അടിക്കാൻ. നീ എന്താ എന്നെ മതിയുള്ളത് എന്താ ഹ്യൂമനെ ഇത് പറയാൻ ജങ്കുക്കിന് വെച്ച് കളിയാക്കായിരുന്നു. അങ്ങനെ ഓരോന്ന് ആനിമൽസ്, അതെ ഒരു ടൈഗർ അത് വീൻ്റെ അടുത്ത് വന്നിരുന്നു. അയ്യോ ടൈഗർ ഇത് എവിടെ നിന്ന് വന്ന? ടൈഗർ വരുന്നു. എന്താടാ ടൈഗർ? നിന്നെ ടൈഗർ വിളിക്കുക. അതൊക്കെ അല്ല TV നോക്കുക, അതിലെല്ലാം അവർക്കും മനസ്സിലാവുന്നുണ്ടോ? ക്യാറ്റ് പറയുന്നത്, നീ പൂച്ച ക്യാറ്റ് പറയാ, നീ എന്നെ മാതിരി ഉണ്ടോടാ? റാബിറ്റു ജങ്കുക്കിന് അതേ കഴിവായിരുന്നു. ടൈഗറും വന്ന് വീണ്ടും അതേ കഴിവ്. അത് വന്ന് ചോദ്യം കേൾക്കായിരുന്നു. ജേഹപ്പനോട് തണ്ടാണ് വന്ന് പറയാൻ തുടങ്ങി, എന്താടാ നിനക്ക് എന്നടാ എൻ്റെ ഫോട്ടോ വെച്ചിനേന്ന് ഓർന്ന് ആനിമൽസ് ഓർന്ന് വന്ന് ചോദ്യം കേൾക്കായിരുന്നു. അത് 6 വെച്ച് ചോദ്യം കേൾക്കുക. ഷുഗറിനെ ജേഹോപ്പ് ഇങ്ങനെയായിട്ട് ജിമ്മിനെ വെച്ച് കോയി ടക്ക് വന്നായിരുന്നു. എന്താടാ പിന്നെ കോയി കുഞ്ഞ് വന്ന് കോയി, എന്താടാ കുട്ടിയാന് ഡക്കു ഏതെന്ന് ഓർന്നാൾ വെച്ച് പേത്തിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കുറച്ച് സോറിപ്പാ. എന്താ നമുക്കെന്നിടെ കുടുത്തി ഇവതെല്ലാം സംസാരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ക്യാറ്റ് വന്ന് പറയായിരുന്നു, ഒരു മാജ് മതി. അതെ, നിങ്ങളാണ് ഇവരെ പാർട്ട്നേഴ്സ്. നിങ്ങൾക്ക് 7 പേർക്ക് ഇവിടെ പിടിച്ചായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും സംസാരിക്കുന്നത് എന്ന് പറയായിരുന്നു. 7 പേർക്ക് ഷോക്കായിരുന്നു. എന്താ? അതെ, നിങ്ങൾ മുമ്പേ ഒരേ പെൺകുട്ടി മാരേജ് ചെയ്യിക്കുന്നത് നിങ്ങൾ ഉറപ്പിച്ചിരുന്നല്ലേ ചെറിയ പ്രായത്തിൽ? അതെ, അതൊക്കെ നിങ്ങളെ പാർട്ട്ണർ ഞങ്ങളെ മിയർ ഓണറമ്മ എന്താ എന്ന് പറയുന്നു. നിങ്ങൾ വേഗം പ്രപ്പോസ് ചെയ്യും. മിയാൻ്റെ പുറകിൽ കുറേ ബോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഹോം മിനിസ്റ്ററിൻ്റെ മകനും റൂട്ട് വിടാ അവനിപ്പോൾ ലണ്ടനിലേക്ക് പോയിട്ടുണ്ട്. അവൻ ലണ്ടനിൽ വരാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങൾ മാരേജ് പ്രപ്പോസ് ചെയ്യും. അവൻ വരുന്ന മുമ്പ് നിങ്ങൾ മാരേജ് ചെയ്തിട്ടാവണം. ഇല്ല നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ വേഗം ഓർത്ത് പറഞ്ഞു എന്ന് ക്യാറ്റ് പറഞ്ഞു പോയിരുന്നു. ഇത് കേട്ട് 7 പേർ ഓർത്ത് പറയായിരുന്നു. അങ്ങനെ മിയ പറഞ്ഞു, ഇപ്പോൾ പ്രശ്നമില്ല ഇങ്ങനെ പോയിക്കോന്ന്. അങ്ങനെ മിയൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ക്യാറ്റ് മാജിക് യൂസ് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഒരു ബുക്കേ ഉണ്ടാക്കി, ഒരു മാപ്പ്, ഒരു വലിയ മാപ്പ് അത് കൊടുത്ത് നമുക്ക് പറഞ്ഞു. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇത് ഫുൾ മിയാൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നു. ഇതൊരു ക്യാച്ച്, ഇതിൽ ഫുള്ളായത് നിങ്ങൾക്ക് മിയാനെ ഒരുപാട് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്നെ കാണണം, അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു സൂപ്പർ പവർ തരാം എന്ന് ക്യാറ്റ് പറയുന്നത്. അങ്ങനെ വീട്ടിൽ മിയാക്കും അവർക്ക് 7 പേർക്കും മാരേജും ആയിരുന്നു. അവർ മാരേജ് കഴിപ്പിച്ചായിരുന്നു. അങ്ങനെ ക്യാറ്റ് നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ വന്നിട്ടില്ല, ശരി മാരേജ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ്. അങ്ങനെ ക്യാറ്റ് അവർക്ക് 7 പേർക്ക് പവർ കൊടുത്തിരുന്നു. 7 പേർക്ക് അതെ നിറയെ പവറുണ്ട്. ഇത് കണ്ട് പൂച്ചക്ക് കൺഫ്യൂസായി. എല്ലാ പവറും 7 പേരുണ്ടല്ലോ ഉണ്ടായിരുന്നു. അതെ, ജിന്നക്ക് പറഞ്ഞ മെഡിസിൻ, ഹീലിംഗ് പവർ, ഐസ് വാട്ടർ പവർ, പിന്നെ ഫ്ലവേഴ്സ് പറഞ്ഞ ജേഹുബക്ക് ഫ്ലവേഴ്സ് ട്രീൻ്റെ പവർ, ഷുഗർക്ക് ഹെർത്ത് മൂൺ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞ, വീക്ക് തണ്ടർ, ജങ്കുക്ക് ഫയർ, ജിമ്മിനിക്ക് മറിയാൻ പറ്റും ഇത് വീക്ക് പറഞ്ഞ ടണ്ടർ പറഞ്ഞ ഇത് ഉണ്ടാവുന്നു. ഒരു നാൾക്ക് ഓരോന്ന് പവറുണ്ട്. ഇത് കണ്ടിട്ട് ഷോക്കായിട്ട് ക്യാറ്റ് തല കറങ്ങി പോയിരുന്നു. എന്ത് പറ്റി മിയോ, എന്താ ചെയ്യുന്നടാ ഫുള്ള് പോയല്ലോ എന്ന് പറഞ്ഞ് പൂച്ച കൺഫ്യൂസായിരുന്നു.
ജിമിൻ പറയായിരുന്നു. എനിക്കിത് മറിയാൻ പറ്റുമല്ലേ? അതെ അതെ, നിങ്ങൾക്ക് മറിയാൻ പറ്റുന്നുണ്ടോ എന്ന് പറയായിരുന്നു. അപ്പം നിങ്ങൾക്ക് മറ്റവർക്ക് മറിയാൻ പറ്റില്ലേ? അതുമാത്രമല്ല, പൂച്ച പറഞ്ഞു കേട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ പവർ യൂസ് ചെയ്യാനാ നിങ്ങൾ എല്ലാവർക്കും ഓരോന്ന പവറുണ്ട് എന്ന് മിയാവ് പറഞ്ഞത് കേട്ട് അവർക്ക് 7 പേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാത്തിനും നല്ലതാണ്, നിങ്ങൾ ഒക്കത്തെ പാട് എല്ലാം നല്ലതാ എന്ന് പറയായിരുന്നു. അതിനായിട്ട് നിങ്ങൾക്കൊരു ബേബി ജനിച്ചാൽ ആ ബേബിക്ക് എല്ലാ പവർ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. ഇതായിട്ട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഡേറ്റ്സ് പോകാൻ തുടങ്ങി. അതെ, അവർക്ക് കുട്ടികൾ ജനി. അതുകൊണ്ട് മ്യൂ കേട്ട് പറയായിരുന്നു, എന്തൊരു കഷ്ടം, ഈ കുട്ടികളെ വെച്ച് എന്താ ചെയ്യുക, ഇത് ചെയ്യാറില്ല. അതിലൊരു ഗേൾ വന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ ക്യൂട്ടായിട്ട് നോക്കായിരുന്നു. 7 ബോയ്സ് ബേബിയുടെ തിരിഞ്ഞ് ക്യാറ്റ് നോക്കായിരുന്നു. ബ്ലാക്ക് ക്യാറ്റ്. എല്ലാ ബോയ്സ് ബേബി അവരുടെ തുറു എടുക്കുക. ജമ്മു ബേബി ഫയർ കത്തിക്കാൻ. ഫയർ ഒന്ന് കത്തിക്കുന്ന മോനെ എന്ന് പറയായിരുന്നു. പൂച്ച അവിടുത്തെ ആനിമൽസ് എല്ലാം സമാധാനമൊക്കെ ഉറക്കായിരുന്നു. എല്ലാ ആനിമൽസും ഒരുപാട് കഷ്ടമായിരുന്നു. റാബിറ്റ് വന്ന് ഞങ്ങൾക്കൊരു ബേബിന്, ടൈഗർ ബേബീൻ്റെ ബേബി, അങ്ങനെ ഓരോന്ന് ആനിമൽസ് വന്ന് അവരുടെ മറിയോ എല്ലാ ബേബീസും കൺട്രോൾ ചെയ്യും. ഇത് വെച്ച് എന്താക്കുക, ഇതിലാണ് ഹീറോ ചിരിക്കായിരുന്നു. ഹീറോയുടെ ചേട്ടനൊക്കെ കല്യാണം കഴിഞ്ഞ് 2 പേര് സിംഗറാണ്. സിംഗേഴ്സിനെ അവർ മാരേജ് കഴിച്ചത്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇത് ഫാമിലീസ് ഫോട്ടോസ് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയുടെ അച്ഛനൊക്കെ ഒരു കോൾ വന്നായിരുന്നു. ഹലോ, ശരി, ഓക്കെ ഏട്ടാ, നിങ്ങൾക്ക് കോളാ, എന്ത് പറ്റി? ശരി, ഓക്കെ, ഓക്കെ. അതെ, ഒരു വില്ലൻ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിട്ട് അവർ ലീഡറിന് കിറ്റ് വെച്ചത് അതെല്ലാം ഒരു കെമിക്കൽ ആയിക്കോ, അത് മുമ്പ് നിങ്ങൾ ഇതാക്കണം എന്ന് പറയുന്ന BTS മെമ്പർ ഒരു പ്ലേസിൽ വെച്ച് എല്ലാവർക്കും ഒരു പാട്ടുണ്ട്, ടിക്കറ്റ് ഉണ്ട് പറയായിരുന്നു. അങ്ങനെ ഫാമിലീസ് എല്ലാം വരാൻ പറഞ്ഞ് ഒരു പ്ലേസ്, അത് വലിയ കൂടും, അത് മാജിക് ചെയ്ത് ജങ്കുക്ക് ഫുൾ അല്ല ഇതൊക്കെ എല്ലാവരും വന്നായിരുന്നു. ഗേൾസ് എല്ലാവരും മറച്ച് വെച്ചായിരുന്നു. അതുകൊണ്ട് ആ മോൺസ്റ്ററിനൊക്കെ ക്രിമിനൽസിനെ പിടിച്ച് ജയിലിലിട്ടു. സിംഗിൾ അവർ പാടി എല്ലാവരും എൻജോയ് ചെയ്യിപ്പിക്കായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാ ഹോളായിരുന്നു. ഹീറോ എല്ലാം ഹാപ്പി ഫാമിലി ഫോട്ടോസ് എടുത്ത് ബേബീസിൻ്റെ കൂടെ അവർ ജോലി ചെയ്യുന്ന